ഇനി ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഇന്ത്യയിൽ സൈബർ തട്ടിപ്പുകളിലൂടെ 9 മാസത്തിനുള്ളിൽ 11,333 കോടി രൂപ നഷ്ടപ്പെട്ടു. കണക്കുകൾ പുറത്തുവിട്ട് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ സമാഹരിച്ച കണക്കുകൾ പ്രകാരം 2024 ആദ്യ 9 മാസങ്ങളിൽ സൈബർ തട്ടിപ്പിലൂടെ ഇന്ത്യക്ക് ഏകദേശം 11,333 കോടി രൂപ നഷ്ടപ്പെട്ടു. 2024 ഏകദേശം 12 ലക്ഷം സൈബർ തട്ടിപ്പ് പരാതികൾ ലഭിച്ചതായാണ് റിപ്പോർട്ട്. ഇതിൽ 45% കംബോഡിയ, മ്യാൻമർ, ലാവോസ് എന്നീ രാജ്യങ്ങളിൽ നിന്നാണ്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ മൻ കി ബാത് റേഡിയോ പരിപാടിയുടെ 115-ാം പതിപ്പിൽ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അന്വേഷണത്തിനായി ഒരു സർക്കാർ ഏജൻസിയും വ്യക്തികളെ ഫോണിലൂടെയോ വീഡിയോ കോളിലൂടെയോ ബന്ധപ്പെടില്ലെന്ന് മോദി ഊന്നി പറഞ്ഞു. പൊതുജനങ്ങളോട് ജാഗ്രത പാലിക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചു. ഇത്തരം തട്ടിപ്പുകളെ ചെറുക്കുന്നതിനുള്ള ബോധവൽക്കരണത്തിന്റെ പ്രാധാന്യവും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സൈബർ തട്ടിപ്പുകളിലൂടെ മോഷ്ടിച്ച പണം, ചെക്കുകൾ, സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി, ഫിൻടെക്, ക്രിപ്റ്റോ, ATMകൾ, മർച്ചന്റ് പേയ്മെന്റുകൾ, വാലറ്റുകൾ എന്നിവ ഉപയോഗിച്ച് പിൻവലിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 1 വർഷത്തിനിടെ സൈബർ കുറ്റകൃത്യങ്ങളിലൂടെയുള്ള പണം വെളുപ്പിക്കാൻ ഉപയോഗിക്കുന്ന 4.5 ലക്ഷം ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ തെക്കുകിഴക്കൻ ഏഷ്യയിൽ പ്രവർത്തിക്കുന്ന സൈബർ കുറ്റവാളികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള 17,000 വാട്സ്ആപ്പ് അക്കൗണ്ടുകളും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ശുക്രൻ കീഴടക്കാനും ഇന്ത്യ. ശുക്രയാൻ 1 സ്വപ്ന പദ്ധതിക്ക് കേന്ദ്ര അനുമതി. വിക്ഷേപണം 2028. ശുക്രന്റെ ഉപരിതലത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനുള്ള ISROയുടെ ശുക്രയാൻ 1 ഓർബിറ്റൽ ദൗത്യത്തിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി. 2028 വിക്ഷേപിക്കാൻ പദ്ധതിയിടുന്ന ശുക്രയാൻ പേടകത്തിന് ഔദ്യോഗിക അനുമതി കേന്ദ്ര സർക്കാർ നൽകിയതായി ഇസ്രോ ഡയറക്ടർ നിലേഷ് ദേശായി അറിയിച്ചു. ശുക്രനെ ഭ്രമണം ചെയ്യാനായി ഇന്ത്യ നിർമ്മിക്കുന്ന ബഹിരാകാശ പേടകമാണ് ശുക്രയാൻ 1. ശുക്രനിൽ ഇറങ്ങാതെ അതിന്റെ അന്തരീക്ഷത്തെ വലം വെച്ചാകും ശുക്രയാൻ വിവരങ്ങൾ ശേഖരിക്കുക. ശുക്രന്റെ ഉപരിതലവും ഉപരിതല ഘടനയും അന്തരീക്ഷവും പഠനവിധേയമാക്കുകയാണ് ശുക്രയാൻ 1ന്റെ പ്രാരംഭ ലക്ഷ്യം. ശുക്രന്റെ കാലാവസ്ഥയെയും അഗ്നിപർവ്വതങ്ങൾ പോലുള്ള ഭൗമശാസ്ത്രപരമായ പ്രവർത്തനങ്ങളെയും കുറിച്ച് വിവരങ്ങൾ നൽകാൻ ശുക്രയാൻ 1നാകുമെന്ന് ഇസ്രോ പ്രതീക്ഷിക്കുന്നു. ശുക്രന്റെ അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡും സൾഫ്യൂരിക് ആസിഡും പ്രധാനമായും അടങ്ങിയിരിക്കുന്ന കവചത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തുകയും ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്നു. സിന്തറ്റിക് അപേച്ചർ റഡാർ, ഇൻഫ്രാറെഡ്, അൾട്രാവയലറ്റ് ഇമേജിംഗ് ഡിവൈസുകൾ തുടങ്ങി ശുക്ര നിരീക്ഷണത്തിനായി അതിനൂതനമായ ഉപകരണങ്ങൾ ഈ പേടകത്തിലുണ്ടാകും. ശുക്രയാൻ ദൗത്യത്തോടെ ശുക്രനിൽ പര്യവേക്ഷണം നടത്തുന്ന 5ാമത്തെ ബഹിരാകാശ ഏജൻസിയായി ISRO ചരിത്രത്തിൽ ഇടം നേടും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. IIT ബോംബെ വിദ്യാർത്ഥിക്ക് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിൽ 7 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. ട്രായ് ഉദ്യോഗസ്ഥരായും പോലീസായും കബളിപ്പിച്ചാണ് തട്ടിപ്പ്. ഓൺലൈനായി അറസ്റ്റ് രേഖപ്പെടുത്തില്ലെന്നും തട്ടിപ്പിനെതിരെ ജാഗ്രത വേണമെന്നും പോലീസ്. കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് വിദ്യാർത്ഥിയെ കുടുക്കിയത്. UPI വഴി പണം കൈമാറാനും ബാങ്ക് വിവരങ്ങൾ നൽകാനും തട്ടിപ്പുകാർ വിദ്യാർത്ഥിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ജൂലൈയിൽ വിദ്യാർത്ഥിക്ക് അജ്ഞാത നമ്പറിൽ നിന്ന് കോൾ വന്നതോടെയാണ് തട്ടിപ്പിന്റെ തുടക്കം. മൊബൈൽ നമ്പറിനെതിരെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി 17 പരാതികൾ ലഭിച്ചതായി ട്രായ് ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന വിളിച്ചയാൾ പറഞ്ഞതായി വിദ്യാർത്ഥി മൊഴി നൽകി. പ്രശ്നം പരിഹരിക്കാൻ വിദ്യാർത്ഥിക്ക് പോലീസിൽ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് തട്ടിപ്പുകാർ പറഞ്ഞു. തുടർന്ന് ഒരാൾ പോലീസ് ഓഫീസറുടെ വേഷത്തിൽ വാട്സ്ആപ്പ് വീഡിയോ കോളിൽ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ടു. കള്ളപ്പണം വെളുപ്പിക്കുന്നതിൽ പങ്കാളിയാണെന്ന് ആരോപിച്ച് വിദ്യാർത്ഥിയുടെ ആധാർ കാർഡ് നമ്പർ ആവശ്യപ്പെട്ടു. തുടർന്ന് അറസ്റ്റ് ഒഴിവാക്കാൻ 29,500 രൂപ UPI വഴി കൈമാറാൻ തട്ടിപ്പുകാരൻ വിദ്യാർത്ഥിയെ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു. ഡിജിറ്റൽ അറസ്റ്റിലാണെന്നും ആരെയും ബന്ധപ്പെടാൻ കഴിയില്ലെന്നും തട്ടിപ്പുകാർ വിദ്യാർത്ഥിയെ വിശ്വസിപ്പിച്ചു. പിന്നീട് ഇത് തുടർന്നു. കൂടുതൽ പണം ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പങ്കുവച്ചതോടെ തട്ടിപ്പുകാർക്ക് 7 ലക്ഷം രൂപയോളം തട്ടിയെടുക്കാൻ കഴിഞ്ഞു. പണം കൈപ്പറ്റിയ ശേഷം വിദ്യാർത്ഥി സുരക്ഷിതനാണെന്നും അറസ്റ്റ് നേരിടേണ്ടി വരില്ലെന്നും തട്ടിപ്പുകാർ ഉറപ്പു നൽകി. പിന്നീട് ഡിജിറ്റൽ അറസ്റ്റിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് തട്ടിപ്പിനിരയായതായി വിദ്യാർത്ഥിക്ക് മനസ്സിലായത്. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മുൻ ആപ്പിൾ എക്സിക്യൂട്ടീവ് മിതുൽ ഷായെ ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ ബിസിനസിന്റെ MD ആയി നിയമിച്ച് ഗൂഗിൾ. രാജ്യത്ത് പിക്സൽ സ്മാർട്ട് ഫോൺ വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ലക്ഷ്യം.
രാജ്യത്തെ പിക്സൽ സ്മാർട്ട്ഫോൺ വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ മുൻ ആപ്പിൾ ഇന്ത്യ എക്സിക്യൂട്ടീവ് മിതുൽ ഷായെ ഇന്ത്യയിലെ ഉപകരണങ്ങളുടെയും സേവനങ്ങളുടെയും ബിസിനസ് മാനേജിംഗ് ഡയറക്ടറായി ഗൂഗിൾ നിയമിച്ചു. പുതിയ റോളിൽ ഷാ ഇന്ത്യയിലുടനീളം പിക്സലിന്റെ വിൽപ്പന, വിപുലീകരണ തന്ത്രങ്ങൾ എന്നിവ നയിക്കും. ഇതിനു മുമ്പ് ആപ്പിളിന്റെ ഇന്ത്യയിലെ ഉപഭോക്തൃ വിൽപ്പന മേധാവിയായി ഷാ പ്രവർത്തിച്ചിട്ടുണ്ട്. പുതിയ നിയമനം ലോകത്തിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യ സ്ഥാപിക്കാനുള്ള ദൗത്യത്തിന്റെ തുടർച്ചയാണെന്ന് ലിങ്ക്ഡിൻ പോസ്റ്റിൽ ഷാ കുറിച്ചു. ഇന്നൊവേഷനിൽ മുൻപന്തിയിലുള്ള ഒരു കമ്പനിയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് ബഹുമതിയാണെന്നും ഷാ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ബഹിരാകാശ പ്രതിരോധ നിർമ്മാണത്തിനായി 650 കോടിയുടെ ഹബ്ബ് ആസൂത്രണം ചെയ്ത് കർണാടക. സംസ്ഥാനത്തിന്റെ ഡീപ് ടെക് മേഖലകളെ ഉത്തേജിപ്പിക്കുകയാണ് ലക്ഷ്യം. പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ വിഭാവനം ചെയ്യുന്ന ഹബ് ബഹിരാകാശം, പ്രതിരോധം, നൂതന ഉൽപാദനം എന്നിവയുൾപ്പെടെ സംസ്ഥാനത്തിന്റെ ഡീപ് ടെക് മേഖലകളെ ഉത്തേജിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. ഉയർന്ന തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഈ മേഖലയ്ക്ക് കഴിയുമെന്ന് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ബയോടെക്നോളജി വിഭാഗം വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ ബഹിരാകാശ നയം അനുസരിച്ച് 5000 വിദ്യാർത്ഥികൾക്കും യുവ പ്രൊഫഷണലുകൾക്കും ആഗോള നിലവാരത്തിൽ പരിശീലനം നൽകും. എയ്റോസ്പേസ്, പ്രതിരോധം, ബഹിരാകാശ മേഖലകളിൽ കർണാടക എല്ലായ്പ്പോഴും ഇന്ത്യയിലെ മുൻനിര സംസ്ഥാനമാണെന്ന് ITBT മന്ത്രി പ്രിയങ്ക് ഖാർഗെ പറഞ്ഞു. ദേവനഹള്ളിയിലെ എയ്റോസ്പേസ് പാർക്കിൽ നടക്കുന്ന പ്രതിരോധ ഇലക്ട്രോണിക്സ് ഉൽപാദനത്തിൽ സംസ്ഥാന സർക്കാരും ശക്തമായി ഇടപെടാൻ ആഗ്രഹിക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി. സർക്കാരിൽ നിന്നും വ്യവസായത്തിൽ നിന്നുമുള്ള നിക്ഷേപങ്ങൾ തയ്യാറാക്കി വരികയാണെന്നും പദ്ധതി ആരംഭിച്ചാൽ 24 മാസത്തിനുള്ളിൽ ഹബ്ബ് പ്രവർത്തനക്ഷമമാകുമെന്നും ITBT വകുപ്പ് സെക്രട്ടറി വ്യക്തമാക്കി. കർണാടകയിൽ 32 സ്പേസ് ടെക് കമ്പനികളുണ്ട്. മൊത്തം $323 മില്യൺ ഫണ്ടിംഗ് ഉണ്ട്. അതേസമയം സംസ്ഥാനത്ത് 15 പ്രതിരോധ സാങ്കേതിക കമ്പനികളാണുള്ളത്. ഇതിന് $123 മില്യൺ ഫണ്ടിംഗ് ഉണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.